നമസ്കാരം സുഹൃത്തുക്കളെ, സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും? ഫുഡൊക്കെ കഴിച്ചോ? എന്താ പറയാ, ഗബ്രി ജാസ്മിൻ, നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യം കൂടി കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല, പക്ഷെ നമുക്കത് സംസാരിക്കാന്ന് വിചാരിച്ചു. ഞാനൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. എന്താ, ഇപ്പോ അവര് ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് തന്നെ എല്ലാവരും ഭയങ്കര ഇതിൽ പറഞ്ഞയച്ച് അതിനുള്ളിൽ പോയി. അവിടെ കുറെ മൈനസ് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടായിട്ട് അവസാനം അവരൊരു ആളെ കണ്ടു, ഗബ്രി. അവർ ആ സമയത്ത് തന്നെ കാട്ടിക്കൂട്ടി എല്ലാ പ്രശ്നങ്ങളും സമയത്തും എല്ലാവരും പറഞ്ഞു അവനെ വിശ്വസിക്കരുത്, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു. അപ്പോ എന്താ പറയാ, അവള് ഇത് അപ്പം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെതിരായി ഇങ്ങോട്ട് ഒരു കാര്യം ഒരാളോട് ചെയ്യണ്ടെന്ന് പറഞ്ഞാല് അതാണല്ലോ ഒരാൾ ചെയ്യുക. അതൊക്കെ ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പം നമ്മൾ ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചിന്തിക്കാത്തവർ, ആഹാ എന്നോടാണോ പറയണത്, അതെന്താ എന്നോട് അങ്ങനെ പറയുന്നത്, ഞാൻ ചെയ്യും, ആ മൈൻഡിൽ ഇതുകൊണ്ട് ചെയ്തു. ചെയ്തു, ഒരു ഭയങ്കര ക്ലോസ് ആയി, അതായി ഇതായി, പറപ്പിച്ചു പോയ ഒരാള് പുറത്തുണ്ട്, നിശ്ചയിച്ചു പോയ ഒരാൾ പുറത്തുണ്ട് എന്ന് ചിന്തിക്കാത്ത രീതിക്ക് അവരവിടെ നടന്നു. മനസ്സിലായില്ലേ? അങ്ങനെ അത് കഴിഞ്ഞ് അവര് പുറത്തു വന്ന് ഭയങ്കര സംഭവമായി ഇങ്ങാണ്ട് എന്താ പറയാ നടന്നു നടന്നു എന്ന് പറഞ്ഞാല് സൂപ്പറായി നടന്നു. അപ്പൊ ആ നടക്കുന്ന സമയത്ത് അവരൊരു എന്താ പറയാ, തിരിച്ചു വന്ന സമയത്ത് അവരൊരു ഇന്റർവ്യൂ ഇട്ടു. നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. അല്ലാതെ ഇതുകൊണ്ട് കഴിഞ്ഞാൽ വിട്ടിരിക്കുന്ന അവിടെ കറങ്ങി ഇവിടെ കറങ്ങുന്നു. ഞങ്ങളുടെ വീട്ടുകാർക്കറിയാം. ഞങ്ങളുടെ വീട്ടുകാരോട് ഇറങ്ങിയ സമയത്ത് ഇവന്റെ ഫാമിലിയോടും ഞാൻ എന്റെ ഫാമിലിയോടും സംസാരിച്ച കാര്യമാണ്. നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ല. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സ്നേഹബന്ധമുണ്ട്. ഞങ്ങൾക്ക് അത് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ടായിട്ട് ഞങ്ങൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ദൈവം നിശ്ചയിച്ചിട്ടുള്ള സമയം വരെ ഞങ്ങൾ സൗഹൃദ ബന്ധത്തിലുണ്ടാവും. അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ കോംപ്ലിക്കേഷൻസ് വരും, എക്സ്പെക്ടേഷൻസ് വരും, കുറെ പ്രശ്നങ്ങൾ വരും. ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി നമ്മൾ ആ ഒരു സാധനത്തിൽ ഒരിക്കലും വർക്ക് ആവില്ല, നിൽക്കില്ല. ഭാവിയിൽ അടിച്ചു വീഴുന്നതിനേക്കാൾ രസം ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ സ്റ്റേ ടുഗെദർ ഫോർ എവർ എന്ന് പറയില്ലേ, ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയിട്ട് ഇതിനെക്കുറിച്ച് ഇത്ര എന്താ പറയാ കറക്റ്റ്. കണ്ടോ? അപ്പൊ ഇതാണ് ഇവർ അന്ന് കൊടുത്തത്. കാരണം ഇവർ ഇറങ്ങിയതിനു ശേഷം ഇവർക്ക് ഇത്തരം വാശിയായിരുന്നു. ഞങ്ങളെ എതിർത്ത് സംസാരിച്ച ആളുകളോട് ഞങ്ങൾക്ക് പകരം വീട്ടണം, അല്ലെങ്കിൽ ഞങ്ങളിത് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല, നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അവർ ഏതെങ്കിലും സൗഹൃദങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രസ് മീറ്റ് ചെയ്ത് വിളിച്ചു വരുത്തിങ്ങാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു സൗഹൃദങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ സൗഹൃദമാണ് ഇത് അങ്ങനത്തെ സൗഹൃദമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കാൻ പോവുകയാണ്. പക്ഷെ ഞങ്ങൾ സുഹൃത്തുക്കളാട്ടോ. ഞങ്ങളെ മാതാപിതാക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഓക്കെയാണ്. ഞങ്ങൾ കല്യാണത്തിലേക്കൊന്നും ഞങ്ങൾ അല്ലെങ്കിൽ പ്രണയത്തിലേക്ക് ഞങ്ങൾ പോകില്ല. പക്ഷെ ഞങ്ങൾ ആ സംഭവങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പിലൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ആ ആ പ്രസ് മീറ്റ്. അത് നിങ്ങൾക്ക് എന്താ പറയാ, കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അതിലവൻ പറയുന്നുണ്ട്, ദൈവം അനുഭവിച്ച സമയം, ദൈവം വിചാരിച്ച സമയം വരെ ഞങ്ങൾ ഉണ്ടാവും. ദൈവമല്ല, നീ വിചാരിച്ച സമയം വരെ, നിനക്ക് മടുക്കുന്നത് വരെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും സമയം ഇത് എങ്ങനെ പോയതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിന്റെ മുന്നേ ഇതിന്റെ മുന്നേ ഇത് അടിച്ചു പിരിഞ്ഞു പോകേണ്ട സംഭവമാണിത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്താ പറയാ, ഇത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് ഇവരുടെ കാര്യമാണ്, ഇത് പേഴ്സണൽ ചോയ്സ് ആണ്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് പക്ഷെ ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് കണ്ടും ഇവരുടെ ഫോളോവേഴ്സ് കുറെ ഉണ്ട്, ഇഷ്ടം പോലെ, ആണായാലും പെണ്ണായാലും. അപ്പൊ എന്താ പറയാ, ഇത് കണ്ടും ഇവരൊക്കെ വീട്ടിൽ പോയി പറയാറ്, ആ വീട്ടുകാരും ഇപ്പൊ ഈ കാണുന്നവരുടെ വീട്ടുകാർ ഇതൊക്കെ സമ്മതിക്കും, അല്ലെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം, അങ്ങനെ ചിന്താഗതി അല്ലെങ്കിൽ ആ സ്വപ്ന ലോകത്തേക്ക് കടക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനു ശേഷം കുറെ പേര് ആ വഴിക്ക് പല രീതിയിൽ മൂത്ത് വയ്ക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നവരെ പെണ്ണുങ്ങളൊക്കെ, തുണി അയക്കുന്ന പെണ്ണുങ്ങളൊക്കെ, തുണി അയച്ച് കാണിക്കുന്ന പെണ്ണുങ്ങളൊക്കെ, അങ്ങനെ 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 കുറെ നമ്മൾ കാണുന്നതാണ്. ഈ സംഭവം എങ്ങനെ ഇത് എടുക്കണം എന്നറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതിലേക്ക് ഇൻസ്പയർ ആയിങ്ങാണ്ട് വരുന്ന ആൾക്കാരുണ്ടാവും. ഇതിങ്ങനെ വരുന്ന ആൾക്കാർ അവിടെ പോട്ടെ, വന്നവരൊക്കെ ഞാൻ അവരെ തിരുത്താൻ വയ്ക്കൂല. പക്ഷെ വരാൻ പോകുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഇപ്പൊ ജാസ്മിന്റെ കാര്യം ആയിക്കോട്ടെ, ഗബ്രിയുടെ കാര്യം ആയിക്കോട്ടെ, അവരിൽ നിന്ന് എടുക്കേണ്ട ഒരുപാട്. ഇപ്പൊ ജാസ്മിന്റെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ, ഗബ്രിയെ കുറിച്ച് എനിക്ക് അവന്റെ എന്താ ജോലി എന്നും എനിക്കറിയില്ല. പക്ഷെ ജാസ്മിൻ എന്ന വ്യക്തി വിജയിച്ചൊരു ഭാഗമുണ്ട്, വിജയിച്ചൊരു ഏരിയ ഉണ്ട്. നിങ്ങൾ അവരെ നോക്കുമ്പോൾ ആ ഭാഗമൊക്കെ നോക്കിയിട്ട് അവരെങ്ങനെ ഇങ്ങനെ എത്തി എന്ന് പറഞ്ഞു അതൊക്കെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അത് നല്ലതാണ്. നേരെ മറിച്ച് അതിന് ശേഷം അവർക്ക് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ധത ബാധിക്കും. ഈ അന്ധത ബാധിക്കുമ്പോഴും അവ്യക്തത ബാധിക്കുമ്പോഴും നമ്മൾ നടക്കുന്നൊരു വഴിയുണ്ട്.
ചിലപ്പോൾ നല്ലതായിരിക്കും ചീത്തായിരിക്കും. പക്ഷെ ഈ അന്ധത ബാധിച്ചിങ്ങാണ്ട് ജാസ്മിൻ അതിന്റെ വഴിയുണ്ട്. നിങ്ങൾ ആ വഴി കണ്ടിങ്ങണ്ട് ആ വഴി ഭയങ്കര രസീകാരം. ഒരു ഒറ്റക്ക് പോകും, രണ്ടുപേരും ഒറ്റക്ക് പോകുന്നു, ഭയങ്കര വീഡിയോ ഇടുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒറ്റക്ക് താമസിക്കുന്നു, മറ്റത് മറിച്ചത്, ഒരു സ്വർഗ്ഗലോകം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതിന്റെ പരിണത ഫലമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആ വഴി നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ഇപ്പം ഇത് പറയാൻ കാരണം വെച്ചാൽ, ഇപ്പൊ ഞാൻ ഷെഫിനബിയുടെ വീഡിയോ കണ്ടപ്പോൾ അതിലൊരു സംഭവം പറയുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് 16 വയസ്സൊരു കുട്ടി 20 വയസ്സങ്ങാണ്ട് ചെങ്ങാൻ്റെ കേട്ടോ ഒരു കുറച്ചു നേരം കറങ്ങി വരാം, നമുക്കൊന്ന് പുറത്തു പോയിട്ട് അങ്ങനെ പോയതായിരിക്കും. വെറുതെ എവിടെയെങ്കിലും ബ്ലോക്ക് പെട്ടേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ചെക്കിംഗ് പോലീസുകാരൻ വന്നെങ്ങാണ്ട് ചെക്കിങ്ങിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടേക്കും. അപ്പം ഹെൽമെറ്റോ ലൈസൻസോ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ലൈസൻസ് ഉണ്ടാവില്ല, പിടിച്ച കേസല്ലേ. അങ്ങനെ ആയിരിക്കും സംഭവം. അങ്ങനെ ആയിരിക്കും ലേറ്റ് അയക്കുക. പക്ഷെ സംഭവം എന്താണത്? ഇനിയിപ്പോൾ ആ പെൺകുട്ടിന്റെ കാര്യം എടുക്കട്ടെ. മാതാപിതാക്കളുണ്ടല്ലോ, ഇത് ഒപ്പം ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കൂട്ടുകാരുണ്ടാവും, അവരെ ഒറ്റപ്പെടുത്തും. മാതാപിതാക്കൾ നാട്ടുകാരുടെ മുന്നിൽ മാനം കെട്ട് നിൽക്കും. ഇതിന്റെ പിറകെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പം നാളെ ഇനി ആ കുട്ടിക്ക് ജീവിതം നല്ലത് വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അതുപോലെയാണ് ഇപ്പൊ ഈ ജാസ്മിന്റെ കാര്യം. ഇപ്പൊ നമുക്ക് ആ കുട്ടിയുടെ കാര്യം വിടുക. അത് ഇനിയിപ്പോ 16 വയസ്സല്ലേ ഉള്ളൂ, അത് മാറുമായിരിക്കും. സമയമുണ്ടല്ലോ. ഇപ്പൊ ജാസ്മിന് നല്ലൊരു ജീവിതം വരുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ വിചാരിക്കുക അവൾക്ക് പണം ഉണ്ടല്ലോ, സൗന്ദര്യം ഉണ്ടല്ലോ, പിന്നെ ഫെയിമും ഉണ്ട്, ഇവരായിരിക്കും ആരെയൊക്കെ വന്ന് കെട്ടുമായിരിക്കും. പണം 100 പവൻ സ്ത്രീധനം കൊടുത്തിട്ട്, കാറ് കൊടുത്ത്, പൈസ കൊടുത്തിട്ടും കെട്ടി തൂങ്ങിയ കുട്ടികളുള്ള നാടാണ് നമ്മളെ കേരളം. പിന്നെ ഫെയിം, എത്ര ആൾക്കാരുണ്ട് സിനിമയിലായിക്കോട്ടെ ഇനി ഇതിലായിക്കോട്ടെ, ഒരു പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ ഒന്നും അല്ലാതായി നിൽക്കുന്ന ആൾക്കാർ. പിന്നെ സൗന്ദര്യം. ഈ ചൊറുക്കുള്ള സംഭവത്തിന് ഒരു വാല്യൂ ഉണ്ടെങ്കിലാണ് അതിന് വില ഉണ്ടാവുക. ഒരു വാല്യൂ വില ഒന്നുമില്ല. നമുക്കൊരു നിലനിൽക്കുന്നതിൽ ഒരു വാല്യൂ ഉണ്ടാകുമ്പോഴാണ് ഈ സൗന്ദര്യമുള്ള സംഭവത്തിന് വില ഉണ്ടാകുമ്പോഴാണ്, വാല്യൂ ഉണ്ടാകുമ്പോഴാണ് നിലനിൽക്കുള്ളൂ. ഈ നമുക്ക് വിലയായിട്ട് തോന്നാത്ത, നമുക്കൊരു ഇതില്ലാത്ത സൗന്ദര്യമുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് പൂവായിക്കോട്ടെ, വസ്തു ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിനൊരു വിലയില്ല. അതിന് ചൊറുക്കുണ്ട്, ഭംഗിയുണ്ട്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്തോ. ഒരു സമയം വരെ നമ്മൾ അതിങ്ങനെ നോക്കും, ആസ്വദിക്കും. അത് കഴിഞ്ഞാൽ കോട്ടെ പുല്ല് പറയും അല്ലെ? അതുപോലെ ആയിരിക്കും. കാരണം എങ്ങനെയായാലും ഒരാളുടെ മനസ്സിൽ വരുന്ന സംഭവം എന്തേക്കാരം, അവർ ഒരുമിച്ച് പുറത്തു പോയി, ഇതായി. പിന്നെ ഈ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ എന്താ അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എന്താ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാത്തത്? അന്ന് എന്തോരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പൊ ആരും വരുന്നില്ലല്ലോ. അതങ്ങനെയാണ്. പിന്നെ ഇതുപോലത്തെ ഈ സംഭവം നടക്കുമ്പോൾ എന്താ പറയാ, പിറകെ വരുന്ന ജീവിതത്തിൽ അതിനുശേഷം വരുന്നൊരു ജീവിതമുണ്ട്. നമുക്ക് എന്തായാലും എന്താണ് നമ്മൾ ഗബ്രി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? ലിവിംഗ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still? Yeah. Okay. ഒരു ജോണറിലുള്ള ഒരു പടമാണ്. അപ്പൊ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഓക്കെ. അപ്പോ എന്താ പറയാ, കണ്ടല്ലോ, അവൻ സിംഗിൾ ആണ്, സ്റ്റില് ഫൈൻഡിങ് ഗേള് എന്നാ പറയുന്നത്. അവന് എന്താ പറയാ, കല്യാണം കഴിച്ചിട്ട് ആരെ ഗേൾ ഫ്രണ്ട്സിന് ആരെന്നൊക്കെ കൈമലർത്തി സംസാരിക്കുകയാണ്. ഇത് കണ്ടുങ്ങാണ്ട് എന്താ പറയാ, നമ്മളെ ഷൈൻ ടോം ചാക്കോര് ഇരുത്തിയിരിക്കുന്നത്. കാരണം ഇവർക്കൊക്കെ അറിയാം ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ. കാരണം എല്ലാവരും ഇതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഇത് എന്താണ് സംഭവം, ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്, ഇത് എങ്ങനെയാണ്, ഈ റിലേഷൻ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പൊ ഇവൻ പോയി ഇനി വേറെ വിവാഹം കഴിക്കാം, ഇവനക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇവൻ കഴിഞ്ഞ ഇവന്റെ ഇതും കണ്ടുങ്ങാണ്ട് ഇവന് വേറെ വിവാഹം കഴിക്കാം. അവർക്ക് ഒരു ഡാമേജ് ഇവനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് ജാസ്മിൻ എന്ന് പറഞ്ഞ പെണ്ണിന് എന്തൊക്കെ ഡാമേജ് ഉണ്ടാകുന്നത്. അവളുടെ ഇപ്പൊ ഈ പെണ്ണിന്റെ ആണ്ടിന് പ്രത്യേകത വെച്ചാല്, ആണിന് ഇനിയിപ്പോ വേറെ പെണ്ണ് കെട്ടാം, ഒരാളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേറെ പെണ്ണ് കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. ഈ ഒരു പെണ്ണിന്റെ മാനം പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പെണ്ണിന്റെ മാനത്തിന് ഉള്ള വിലയേക്കാൾ വിലയൊന്നും വേറെ ഒന്നുമില്ല. അത് പോയതാണ്. അത് എപ്പോഴും അത് പെണ്ണിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ സംഭവം ഇവൻ കൈമ നടത്തി, ഇവൻ കൈ കഴുകി എല്ലാം കഴിഞ്ഞ് ഇവന്റെ പാടിന് പോകാൻ നിൽക്കുകയാണ്.
അവളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുങ്ങിങ്ങാണ്ട് ഇപ്പൊ എന്താ പറയാ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ട്. അത് കളിയാക്കൊന്നല്ല, പക്ഷെ എനിക്ക് ആ സജിന വന്ന ഓർമ്മ വന്നു. സജിന വന്ന കാര്യം ഞാൻ പറഞ്ഞു തോന്നുന്നു. സജിന വന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവരിതേപോലെ ചീത്തപ്പേര് കേട്ടുങ്ങാണ്ട് ഇപ്പൊ അവർക്ക് അവാർഡ് ഫംഗ്ഷൻ എന്തിനാ അവാർഡ് കൊടുക്കുന്നത് എനിക്കറിയില്ല. എന്തിനാ അവാർഡ് എന്താണ് ഇപ്പം? പക്ഷെ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ ഒരു വഴി വെട്ടിക്കൊടുത്തു ആരോ. അവരാ വഴിയുടെ പുറത്തിറങ്ങി. പിന്നെ കണ്ടിട്ടില്ല, ഉണ്ടാകുമായിരിക്കും, നമുക്ക് അത് ഫോളോ അപ്പും ചെയ്യുന്നില്ല അതിന്. ഇവർക്കും അതേപോലെ ഇതിന് ഒറ്റക്ക് ആകെ ആരൊരാള് കല്യാണത്തെ കുറിച്ച് ചോദിച്ചപ്പോ എന്നാ ശരി ശരി ആ പോയി. കാരണം കല്യാണത്തിനെ കുറിച്ച് ചോദിച്ചാൽ അടുത്ത ചോദ്യം ഇവരെ കുറിച്ചായിരിക്കും നല്ല അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഈ സംഭവത്തിലേക്ക് കടന്ന് ഈ ചളി വഴിയിലേക്ക് ചളിക്കുണ്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മളെ നാട്ടിൽ കുറെ ഒച്ചയും മുന്നിടുന്ന ഫെമിനിസ്റ്റുകളുണ്ട്. ഇവരുടെയൊക്കെ ഒരു നല്ലവരല്ല കേട്ടോ, അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു വന്ന ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഇതേപോലെ എന്തെങ്കിലും ഒരു ചളിക്കുണ്ടിൽ ചവിട്ടി ജീവിച്ച് അത് പരാജയപ്പെട്ട് വന്നവരായിരിക്കും. മനസ്സിലായില്ലേ? കാരണം ഇത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് സ്വന്തം ശരീരത്തിനോടായിക്കോട്ടെ വ്യക്തിത്വത്തിനോടായിക്കോട്ടെ ഒരു വില ഉണ്ടാവില്ല. അവർക്ക് അവരുടെ തന്നെ ഒരു വില ഉണ്ടാവില്ല. അവരുടെ വിചാരം പക്ഷെ ഞങ്ങൾ എന്തോ സംഭവമാണെന്നായിരിക്കും. മനസ്സിലായില്ലേ? നാണോ മാനില്ലാത്ത വർത്താനം ഉണ്ടാകും, ബിഹേവിങ് ഉണ്ടാകും, നടു റോട്ടിൽ വന്നുങ്ങാണ്ട് അത് കാട്ടും, പച്ചത്തെറി വിളിക്കും. ഇപ്പം ഒരു പെണ്ണ് വന്നുങ്ങാണ്ട് എന്താ പറയാ, ആരാണ് ശ്രീലക്ഷ്മി അറക്കലോ എന്താ പറഞ്ഞത്, പീരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത്, ഉണ്ടായിക്കഴിഞ്ഞ അവസാനിക്കുന്ന സമയത്ത്, ഓവുലേഷൻ സമയത്തോ അല്ലേ അങ്ങനെ പറഞ്ഞ് ആ സമയത്ത് അങ്ങാണ്ട് പെണ്ണുങ്ങൾക്ക് ഈ എന്താ പറയാ ഇവർക്ക് ഈ സെക്ഷൽ മെന്റാലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അതെല്ലാവർക്കും പല വിധത്തിലായിരിക്കും. അവൾ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ ആ പെണ്ണ് എല്ലാരും കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. നാണം കെട്ടതാരാ? അവള്. നാണം കെട്ടതോ പറഞ്ഞതോ അങ്ങനെയൊന്നുമല്ല. ഇത് പറയാൻ ഒരു ഉളുപ്പ് വേണ്ടേ? ഒരു നാണം, ഒരു അഭിമാനമുള്ള ഒരു പെണ്ണ് വന്ന് കണ്ടത് ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ഒരു പെണ്ണിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് എപ്പോഴാണ് ആ ഫീലിംഗ്, എന്ത് കണ്ടാൽ ആ ഫീലിംഗ്, ഒരു ഫീലിംഗ് ഒരാളെ ഏത് രീതിക്ക് കണ്ടാലാണ്, ഒരാണിനെ എങ്ങനെ കാണുമ്പോഴാണ്, ഏത് ഇങ്ങനെ ഒരാൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ഇപ്പൊ ഒരുപാട് ഇതുണ്ടാകുമല്ലോ. അതൊരു പെണ്ണിന്റെ അത് പുറത്ത് വന്ന് വിളിച്ചു പറയാന്ന് പറയുന്നത് അത് അവർക്ക് സ്വയം അറിയില്ല. അതിന്റെ നാണവും മാനം പോയിക്കുന്ന അവർക്ക് അറിയില്ല. പക്ഷെ അത് ഞങ്ങൾ സ്ത്രീകൾക്ക് അന്ന് പറയാൻ പാടില്ലേ? ഞങ്ങൾ സ്ത്രീകളാണ് ഇതിന്റെ കാർഡ് കൊണ്ടുവരും. അപ്പൊ ആ ജീവിതത്തിലേക്കുള്ള സ്റ്റെപ്പാണ് ഇപ്പം ആ പരീക്ഷ കഴിഞ്ഞ് പാസ്സായിരിക്കണം ഇപ്പം ആര്? ജാസ്മിൻ. ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ സംഭവിക്കും, അവളിനി ഇനി അവളെ അതിൽ കയറുമോ അല്ലെങ്കിൽ അതും കൊണ്ട് ജീവിക്കുമോ എന്ന് കാണാം. ഒരുവിധം രക്ഷപ്പെടാൻ മാർഗം രക്ഷപ്പെടാനുള്ള വഴി വളരെ കുറവാണ്. കാരണം ഇതിലേക്ക് വീണവരൊന്നും നന്നായിങ്ങാണ്ട് സംസാരിച്ചും ജീവിച്ചും ചരിത്രം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെ ആയി, ഇനിയിപ്പത്ത ഏതായാലും ഞാൻ ഇനി വിളിച്ചു കയറാം എന്ന മൈൻഡ് സെറ്റാകും. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് കാണുന്ന നിങ്ങൾ ഇവരൊക്കെ കണ്ട് പഠിക്കുമ്പോൾ ഇവരിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അത് മാത്രം എടുത്തുങ്ങാണ്ട് ഇവരിൽ നിന്ന് മുഴുകാതിരിക്കുക. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം അത്രക്കും ഇവര് എന്താ പറയാ ഭയങ്കര ഇങ്ങാണ്ട് നാട്ടുകാരെയും ജനങ്ങളെയും ലോകത്തെയും തോൽപ്പിക്കാൻ ഇറങ്ങിയതാണ്. എങ്ങനെ തോൽപ്പിക്കുക? അവര് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിങ്ങാണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കൊണ്ടുവരാണെങ്കിൽ കുഴപ്പമില്ല. ഇവര് തോന്നിയ പോലെ ജീവിച്ചിങ്ങാണ്ട് നാട്ടുകാരെ തോൽപ്പിക്കാൻ ഇറങ്ങിയിട്ട് തോറ്റുപോയ വ്യക്തിയാണ്. അപ്പൊ ഇനി ഇവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടോ ഇല്ലയോ, പഠിക്കാണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം അവര് ഉണ്ടാക്കി വെച്ചതൊക്കെ ഈ ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് അവരും തകർന്ന് എന്താ പറയാ അറ്റവും കൈയും കഴുകിപ്പോയും ചെയ്തു. അങ്ങനെ നിൽക്കുന്നൊരു ആളാണ് അവര്. അപ്പം ഇതിനൊക്കെ ഇത് കണ്ടപ്പോ എനിക്കിതൊക്കെ ഇതൊന്നല്ല, കുറെ ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ എല്ലാം എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ ഒരാളുടെ ഒരു പോരാ. അല്ലാണ്ട് എല്ലാരും ഇങ്ങനെ കുത്തി നോക്കുമ്പോ കുറെ കഴിഞ്ഞാല് അതൊക്കെ ഉണ്ടാകുമോ? നാണം പോലും പോയ ആൾക്കാർക്ക് എന്ത് കുറ്റപ്പെടുത്തല്, എന്ത് നമുക്ക് എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരാളെ മുന്നിൽ ഒരാൾ നമ്മൾ എതിർക്കുമ്പോൾ ജീവിച്ച് കാണിച്ചിരിക്കലും നാട്ടുകാർ അയ്യേന്ന് പറയുന്ന കാര്യം വെച്ചിട്ടല്ല. നാട്ടുകാർ ഓക്കെ ശരി അങ്ങനെ പറയുന്ന കാര്യം. അല്ലാതെ നാട്ടുകാർ കുറച്ചാൾക്കാർ എന്താ പറയാ കുറച്ചാൾക്ക് സൂപ്പർ എന്ന് പറയുന്ന കാര്യമല്ല. ആ ഐഷ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് നോക്കണം. എല്ലാവരും ഐഷ്. പിന്നെ സ്നേഹം കൊണ്ട് ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് നെറികേടിന് കൈയടിക്കണമെന്നുണ്ടെങ്കിൽ
അവർക്കൊന്നും ഇങ്ങോട്ട് സ്നേഹമല്ല. അവർക്കൊരു ഭ്രമമാണ്, ഭ്രമം. ആ ഭ്രമത്തിനൊക്കെ നിങ്ങളെ മടുക്കുമ്പം നിങ്ങൾ തെറ്റ് ചെയ്യുമ്പം പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ എവിടെയാ? ഏയ് ഗബ്രി എന്തായാലും ജബ്രിയോ ജബ്രി എന്നൊക്കെ ജബ്ര എന്നൊക്കെ നമ്മള് വേറെന്തൊക്കെയാ വിളിക്കാറ്. എന്തായാലും ശരി, ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണം തോന്നി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഒറ്റയ്ക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ശരി.